ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഓണക്കാലത്തിറങ്ങിയ രണ്ട് ചിത്രങ്ങൾ ഇപ്പോൾ ബോക്സ് ഓഫീസ് തകർത്തു വരികയാണ്. 15-ാം ദിനത്തിലെ കളക്ഷനും കാര്യങ്ങളുമായിട്ട് നമുക്ക് കടന്നു വരാം. മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വവും ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിൽ വന്ന കല്യാണി പ്രിയദർശൻ നായികയെ എത്തിയ 200 കോടിയും കടന്ന് 300 കോടിയിലേക്ക് കുതിക്കുന്ന ലോക ചാപ്റ്റർ 1 ആണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലായിട്ട് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോക ചാപ്റ്റർ 1 ഇന്ന് 15-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻസ് 1500ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,44,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയത് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ തന്നെ പറയുന്നു. 2,35,00,000 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ വന്നത്. ഓരോ ദിവസവും സിനിമയുടെ കളക്ഷൻ ഇടിയുന്നുണ്ട്. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് തിങ്കളാഴ്ച 71% ഇപ്പോൾ 38% അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് 2,35,00,000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 3 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ 2,80,00,000 രൂപയോളമായിരിക്കാം കളക്ഷനായി വരുന്നത്. അതായത് ഇനിയും ടൈം കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2,60,00,000 രൂപയൊക്കെ വരികയാണെങ്കിൽ 3 കോടിക്ക് മുകളിലേക്ക് സിനിമ ഇന്നും കളക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 72 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സിനിമ 214 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 44,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 24,000-ഓളം ഷോകളുമാണ്. ഇതിനോടകം സിനിമ ഹിന്ദി, തമിഴ് മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കുതിപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഹിന്ദിയിൽ സെക്കൻഡ് പൊസിഷനിലാണ് ജസ്റ്റ് ഒരു സിനിമ നമ്മുടെ യുടെ തൊട്ട് പിന്നാലെ നിൽക്കുന്നു. 3 കോടിയോളം സിനിമ ഇന്ന് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നു. മാർക്കോ 14 കോടിയാണ്. തമിഴിൽ സിനിമ ടോപ്പ് 1 ആണ്. തെലുങ്കിൽ സിനിമ ടോപ്പ് 1 ആണ്. മലയാളം ഗ്രോസിംഗ് അതിൽ. അതേപോലെ തന്നെ ഇനിയും ഈ ഒരു സിനിമയുടെ മുന്നിൽ നിൽക്കുന്നത് 2 അല്ലെങ്കിൽ 3 സിനിമകളാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിനകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എമ്പുരാൻ 262 കോടി നേടി. തൊട്ട് പിന്നാലെ തുടരുമെന്ന ചിത്രം 232 കോടിയോളം നേടിയാണ് ഈ സിനിമ നിൽക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം 215 കോടിക്ക് അടുത്തേക്ക് എത്തുമ്പോൾ വരുന്ന ശനി ഞായറോടുകൂടി തുടരുമെന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് 2ാം പൊസിഷനിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇനി മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം ഇറങ്ങിയിട്ട് 15 ദിനങ്ങൾ പിന്നിടുകയാണ്. സിനിമയ്ക്കും ഇതേപോലെ തന്നെ വർക്കിംഗ് ഡേയിൽ കളക്ഷൻ കുറഞ്ഞാണ് വരുന്നത്. തിങ്കളാഴ്ച 35% ഉണ്ടായിരുന്ന ഒക്യുപ്പൻസി ഇപ്പോൾ നേരെ ഇടിഞ്ഞ് 15%-ലേക്ക് എത്തുകയാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഇടിവ് തന്നെയാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ പ്രകാരം 36,000-ഓളം ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 57 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്ന് ഒരു 80 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കളക്ഷൻ വരും ഫൈനലായിട്ട് എന്നുള്ള പ്രതീക്ഷയ്ക്കാണ്. ഇന്നലെ 1 കോടിക്ക് തൊട്ടടുത്ത സിനിമ എത്തിയെങ്കിൽ ഇന്ന് വലിയൊരു ഇടിവ് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ കളക്ഷൻ കൂടും. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 33 കോടി സിനിമ കഴിഞ്ഞിരിക്കുന്നു. 20,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 15,000-ഓളമാണ് സിനിമയുടെ ഷോകൾ നടന്നിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ്. ഏകദേശം 300 കോടിക്കടുത്തുള്ള കളക്ഷനാണ് ഈ 2 സിനിമകൾ കൂടെ നേടിയിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ ഉണ്ടാവും. ഒരു 25 ദിവസങ്ങളാകുമ്പോഴത്തേക്ക് സിനിമ 100 കോടിയിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.